ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസൺ ഏതാണ്? ട്രാവൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് അല്ലേ? അപ്പോൾ ആ ലെസൺ കഴിഞ്ഞു. നമുക്ക് അതിലെ ടെക്സ്റ്റ് ആക്ടിവിറ്റീസും നോട്ട്സും എഴുതാം. ഓക്കെ ചിൽഡ്രൻ, all of you take your text page number 154. We can talk and listen to a person over a telephone. പ്രീവിയസ് ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ പോയിൻ്റ് ആണ്. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന പോർഷനിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, വി ക്യാൻ ടോക്ക് ആൻഡ് ലിസൺ ടു എ പേഴ്സൺ ഓവർ എ ടെലിഫോൺ. എന്താണ് പറയുന്നത്? നമുക്കൊരു വ്യക്തിയെ ടെലഫോൺ വഴി സംസാരിക്കാനും അല്ലേ കേൾക്കാനും കഴിയും, ആശയവിനിമയം നടത്താൻ അല്ലേ. ഇറ്റ് ഈസ് ദ ക്വിക്കസ്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതെന്താണ്? വേഗതയേറിയ ആശയവിനിമയം നടത്താനുള്ള വേഗതയേറിയ മാർഗമാണ്. വി യൂസ് ലാൻഡ് ലൈൻ ഫോൺ ഓർ എ മൊബൈൽ ഫോൺ ടു കമ്മ്യൂണിക്കേറ്റ് അല്ലേ. ആശയവിനിമയം നടത്താൻ ഒരു ലാൻഡ് ലൈൻ ഫോണോ മൊബൈൽ ഫോണോ ഉപയോഗിക്കുന്നു. വി ക്യാൻ ഈവൻ സെൻഡ് റിട്ടേൺ മെസ്സേജസ് ത്രൂ എ മൊബൈൽ ഫോൺ. എന്താണ്? മെസ്സേജും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഒരു മൊബൈലിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് രേഖാമൂലമുള്ള സന്ദേശങ്ങൾ അയക്കാൻ കഴിയും. ദെൻ ഫാക്റ്റ് ആൻഡ് എന്താണ് പറയുന്നത്? എ ടെലഫോൺ ഇൻ വിച്ച് വി ഹാവ് ടു പുട്ട് കോയിൻസ് ബിഫോർ. ഇത് നോക്കിയ പേ ഫോൺ. ഇതാണ് ഒരു 1 rupee കോയിൻസ് ഇട്ട് ഫോൺ ചെയ്യാൻ പറ്റുന്ന ഫോണിന് പറയുന്നതാണ് പേ ഫോൺ. എ ടെലഫോൺ ഇൻ വിച്ച് വി ഹാവ് ടു പുട്ട് കോയിൻസ് ബിഫോർ യൂസിങ് ഈസ് കോൾഡ് എ പേ ഫോൺ. ദെൻ ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് മാച്ച് ദ ഫോളോയിങ് ആണ്. ഹോംവർക്കാണ്. ഇത് ചെയ്ത ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. കോളം എ ഫയർ എഞ്ചിൻ, ആംബുലൻസ്, കേബിൾ കാർ, ഹോട്ട് എയർ ബലൂൺ. കോളം ബി മൂവ്സ് ഓൺ എ മെറ്റൽ ഡ്രോപ്പ്, ക്യാരീസ് ഫയർ ഫൈറ്റേഴ്സ്, ഹാസ് എ ബാസ്ക്കറ്റ്, ക്യാരീസ് സിക്ക് പീപ്പിൾ. കറക്റ്റ് ഏതെന്നും ചൂസ് ചെയ്തിട്ട് മാച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് വൺ, വി ഡാഷ് ഡാഷ് ആൻഡ് യൂസ് ഡാഷ് ആൻഡ് ഡാഷ് ടു ഷെയർ ഐഡിയാസ്. എങ്ങനെയാണ് നമ്മൾ ആശയങ്ങൾ ഷെയർ ചെയ്യുന്നത്? അവിടെ ഫില്ലപ്പ് ചെയ്യേണ്ട ആൻസേഴ്സ് ഏതാണ്? സ്പീക്ക്, റൈറ്റ് ആൻഡ് സൈൻസ്, സൗണ്ട് അല്ലേ. സംസാരിക്കുകയും എഴുതുകയും പിന്നെയോ സൈൻസ്, അടയാളങ്ങൾ, ശബ്ദങ്ങൾ. ഇതിലൂടെയാണ് നമ്മൾ ഐഡിയാസ് ഷെയർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ, അർജൻറ്റ് മെസ്സേജസ് ക്യാൻ ബി സെൻഡ് ത്രൂ ഫാക്സ് ആൻഡ് ഇമെയിൽ അല്ലേ. അർജൻറ്റായിട്ടുള്ള മെസ്സേജസ് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫാക്സ് വഴിയും ഇമെയിൽ വഴിയുമാണ്. ദെൻ തേർഡ്, കാർഗോ ഷിപ്സ് ക്യാരി ഹെവി ലോഡ്സ്. കാർഗോ ഷിപ്സ്, ചരക്ക് കപ്പൽ എന്ത് വഹിച്ചുകൊണ്ട് പോകുന്നു? ലോഡ്സ് അല്ലേ, ഹെവി ലോഡ്സ്. ഹെവി മീൻസ് എന്താണ്? കനത്ത, നല്ല ഒത്തിരി ഭാരമുള്ള ലോഡ്സ് വഹിക്കും. ദെൻ ഫോർത്ത് വൺ, മോട്ടോർ വെഹിക്കിൾസ് ഹാവ് എൻജിൻസ് ദാറ്റ് യൂസ് പെട്രോൾ ആൻഡ് ഡീസൽ. മോട്ടോർ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന എന്താണ്? പെട്രോളും ഡീസലുമാണ്. ദെൻ ഫിഫ്ത്ത് വൺ, ദ എൻജിൻ ഓഫ് എ ട്രെയിൻ റൺസ് ഓൺ ഡാഷ് ഡാഷ് ഓർ ഡാഷ്. ഇത് എൻജിൻ ഓഫ് ട്രെയിൻ റൺ ചെയ്യാൻ എന്തൊക്കെ ആവശ്യമാണ്? ഇലക്ട്രിസിറ്റി, കോയിൽ, ഡീസൽ അല്ലേ. വൈദ്യുതിയും കരിയും പിന്നെ എന്താ? ഡീസൽ. ദെൻ മാച്ച് ദ പേഴ്സൺ വിത്ത് വാട്ട് ഹീ ഡസ്. ഹോംവർക്കാണ്. ഓക്കെ, എന്താണിത്? ഹൗക്കർ, പിൽഗ്രിം, ടൂറിസ്റ്റ്, നോമാഡ്. കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, കുറച്ച് ആളുകളുടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ക്യാപ്ഷനും തന്നിട്ടുണ്ട് കേട്ടോ. അവരാരൊക്കെയാണെന്ന്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ട്രാവൽസ് ടു എ ഹോളി പ്ലേസ്, ട്രാവൽസ് ടു വിസിറ്റ് ന്യൂ പ്ലേസസ്, ഡസ് നോട്ട് ഹാവ് എ പെർമനൻറ്റ് ഹോം, ട്രാവൽസ് ടു സെൽ ഗുഡ്സ്. ഇത് കറക്റ്റ് ചെയ്താന്ന് നോക്കി. ഹോംവർക്കാണ്. പ്ലീസ് റൈറ്റ് ദിസ് ഹോംവർക്ക്, പ്ലീസ് ഡു ദിസ് ഹോംവർക്ക് ആൻഡ് സെൻഡ് മീ. ഓക്കെ ചിൽഡ്രൻ, ഇനി ആൻസർ ദ ഫോളോയിങ്സും ഉണ്ട്, ഫ്ലോ ചാർട്ടും ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞുതരും. ഇപ്പോൾ നമുക്കിനി നോട്ട് എഴുതാം. All of you take your notebook, write today's date and day, fill in the blanks. First one, we dash dash and use dash and dash to share ideas. ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പീക്കിലൂടെയും റൈറ്റിലൂടെയും ആൻഡ് സൈൻസ് ആൻഡ് സൗണ്ട് അല്ലേ. അവിടെ ഫില്ലപ്പ് ചെയ്യേണ്ട ആൻസേഴ്സാണ് ടീച്ചർ താഴെ എഴുതിയിരിക്കുന്നത്. സ്പീക്ക്, റൈറ്റ് ആൻഡ് യൂസ്, സൈൻസ് ആൻഡ് സൗണ്ട്. ദെൻ സെക്കൻഡ് വൺ, അർജൻറ്റ് മെസ്സേജസ് ക്യാൻ ബി സെൻഡ് ത്രൂ ഡാഷ് ആൻഡ് ഡാഷ്. ഫാക്സ് ആൻഡ് ഇമെയിൽ അല്ലേ. ഫാക്സ് ആൻഡ് ഇമെയിൽ. Then third one, cargo ships carry heavy loads. Cargo ships carry heavy loads. ചരക്ക് കപ്പൽ ഹെവി ലോഡ്സാണ് വഹിച്ചുകൊണ്ട് പോകുന്നത്. Then fourth one, motor vehicles have engine that use dash and dash. മോട്ടോർ വെഹിക്കിൾസ് എൻജിൻ എന്താണ് ഉപയോഗിക്കുന്നത്? പെട്രോൾ, ഡീസൽ. Then fifth one, the engine of a train runs on dash dash or dash. എന്താണ്?
ഇലക്ട്രിസിറ്റി, കോയിൽ ഓർ ഡീസൽ അല്ലേ. ഇലക്ട്രിസിറ്റി വൈദ്യുതി, കൽക്കരി, പിന്നെന്താണ് ഡീസൽ, ഇത്രയും ഉപയോഗിക്കുന്നു. ഇത്രയും നോട്ട്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് മാത്സ് ആണ് ഇന്ന് പഠിക്കാനുള്ളത്. നമ്മൾ പഠിക്കുന്ന ലെസൺ മെഷർമെന്റ് ആണ്. അപ്പോൾ കണ്ടിന്യൂഷൻ ആണ്, പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, all of you take your textbook. Please listen here, page number 77. Okay, measuring capacity. Capacity is the amount of any liquid that a container can hold. For example, the capacity of a petrol tank is the amount of petrol that the tank can hold. Capacity is measured in liters and milliliters. അപ്പോൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് എനി ലിക്വിഡ് ദാറ്റ് എ കണ്ടെയ്നർ ക്യാൻ ഹോൾഡ്. ഒരു കണ്ടെയ്നറിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏത് ദ്രാവകത്തിൻ്റെയും അളവിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ, ദ കപ്പാസിറ്റി ഓഫ് എ പെട്രോൾ ടാങ്ക് ഈസ് ദ എമൗണ്ട് ഓഫ് പെട്രോൾ ദാറ്റ് ദി ടാങ്ക് ക്യാൻ ഹോൾഡ്. അപ്പോൾ കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത് ലിറ്റേഴ്സിലും മില്ലി ലിറ്റേഴ്സിലുമാണ്. കപ്പാസിറ്റി ഈസ് മെഷേർഡ് ഇൻ ലിറ്റേഴ്സ് ആൻഡ് മില്ലി ലിറ്റേഴ്സ്. ഓക്കെ, ഇനി മില്ലി ലിറ്റേഴ്സ്. Milliliter is used for measuring small capacities like that a cup, സ്പൂൺ എക്സെട്ര. ഇനി മില്ലി ലിറ്റേഴ്സ്, കപ്പാസിറ്റി മെഷർ ചെയ്യാനായിട്ട് ലിറ്റേഴ്സും മില്ലി ലിറ്ററും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പഠിക്കുന്നത് മില്ലി ലിറ്റേഴ്സ്. മില്ലി ലിറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് സ്മോൾ കപ്പാസിറ്റീസ്. ചെറിയ കപ്പാസിറ്റി ഉള്ളതിനെ നമുക്ക് മെഷർ ചെയ്യാനാണ് മില്ലി ലിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് കപ്പ്, സ്പൂണൊക്കെ എന്താണ് മെഷർ ചെയ്യാനായിട്ട് അതൊരു സ്മോൾ കപ്പാസിറ്റി ആണ് ഉള്ളത് അതിന്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് മില്ലി ലിറ്ററിലാണ് നമുക്കത് മെഷർ ചെയ്യുന്നത്. കപ്പ്, സ്പൂൺ എക്സെട്ര. ഓക്കെ, മില്ലി ലിറ്റർ ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആസ് ML. അപ്പോൾ മില്ലി ലിറ്ററിനെ ഷോർട്ടായിട്ട് എഴുതുന്നത് ML എന്നാണ്. മില്ലി ലിറ്റർ ML. Okay, liters is used for measuring large capacities like that a bottles, jugs, water tank etc. ഇനി എന്താണ്? ലിറ്റേഴ്സ് ആണ്. ലിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് കപ്പാസിറ്റി ഉള്ളതിനെ മെഷർ ചെയ്യാനായിട്ടാണ് ലിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബോട്ടിൽസ്, ജഗ്സ്, വാട്ടർ ടാങ്ക് എക്സെട്ര. ഓക്കെ, ലിറ്റർ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് L. ക്യാപിറ്റൽ ലെറ്റർ L. ലിറ്ററിനെ L എന്നാണ് ഷോർട്ടായിട്ട് നമ്മൾ എഴുതുന്നത്. ലിറ്റർ L. ഓക്കെ, 1000 ml മില്ലി ലിറ്റർ. 1000 ml ഈസ് ഈക്വൽ ടു 1 ലിറ്റർ. 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. അല്ലെങ്കിൽ 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 ml. ഓക്കെ, നെക്സ്റ്റ് we get measuring jars of different capacities with markings on them. We can read these markings to know the amount of liquid the jar is holding. എന്താണ് നോക്കി, ഇവിടെ 2 പിക്ചേഴ്സ് ഉണ്ട് അല്ലേ. അതായത് ലിറ്റേഴ്സ് എത്രയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കി, 100, 150, 200, 250 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ജാർ ഹാസ് 250 ml വാട്ടർ. കണ്ടോ? അപ്പോൾ ഈ ജാറിലെ വാട്ടർ എന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ കഴിയും. കണ്ടോ? ഈ മാർക്കിൽ കറക്റ്റായിട്ട് ആ വാട്ടർ നിൽപ്പുണ്ട് 250. അപ്പോൾ ദിസ് ജാർ ഹാസ് 250 ml വാട്ടർ. ഞാൻ നോക്കിയേ, ഇവിടെ 300 ആണ് അല്ലേ വാട്ടർ. ഇവിടെ വാട്ടറിൻ്റെ ലെവല് മാർക്ക് ചെയ്തിരിക്കുന്നത് 300 ആണ്. അപ്പോൾ ദിസ് ജാർ ഹാസ് 300 ml വാട്ടർ. 300 ml വാട്ടർ. ഓക്കെ, then tick the container that has more capacity. എന്ത് ചെയ്യുക, നീറ്റായിട്ട് നന്നായിട്ട് നോക്കിയിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. എന്ത് ചെയ്യുക, കണ്ടെയ്നർ ഓരോന്നും നോക്കുക. അതിനുശേഷം മോർ കപ്പാസിറ്റി ഉള്ളതിനെ ടിക്ക് ചെയ്യുക. ഓക്കെ, okay, next read the scale carefully and write how much water is there in each jar. Okay, 3 ജാർ കൊടുത്തിട്ടുണ്ട്. 3 ജാറിലും വാട്ടറിൻ്റെ ലെവല് മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം
എത്ര ml വാട്ടർ ആണെന്നുള്ളത് ഇവിടെ എടുത്ത് എഴുതുക. ഫസ്റ്റ് വൺ 200 അല്ലേ, 200ലാണ് നിൽക്കുന്നത്. ലെവൽ ഓഫ് വാട്ടർ 200 ആണ്. അപ്പോൾ 200 ml. പിന്നെ അതുപോലെ ഓരോന്നും മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുക എത്ര ml ആണെന്ന്. ഓക്കെ, നെക്സ്റ്റ് addition and subtraction of capacity. Okay, add 4 liter 210 ml and 3 liter 620 ml. ഇതേക നമുക്ക് ആഡ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ ആഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ലിറ്റേഴ്സിനെയും mlനെയും കറക്റ്റ് ഓർഡറിൽ എഴുതുക. ഫസ്റ്റ് മില്ലി ലിറ്റേഴ്സിൻ്റെ പ്ലേസിലാണ് എഴുതാനുള്ളത്. 210 620 ml. ലിറ്റർ 4 ലിറ്റർ 3 ലിറ്റർ 4 + 3. ഓക്കെ, ദെൻ ആഡ് ലിറ്റേഴ്സ്. ഫസ്റ്റ് എന്താണ്, ലിറ്റേഴ്സ് ആണ് ആഡ് ചെയ്യാനുള്ളത്. മില്ലി ലിറ്റേഴ്സ് ആണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 830 ml എന്ന് കിട്ടുന്നു. ദെൻ ലിറ്റർ 4 + 3 7 ലിറ്റർ. ഓക്കെ, അപ്പോൾ 7 ലിറ്റർ 830 ml. ഓക്കെ, നെക്സ്റ്റ് subtract 3 liter 175 milliliter from 6 liter 250 ml. milliliter or ml. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യേണ്ടത് എപ്പോഴും മില്ലി ലിറ്ററിൽ നിന്നാണ്. ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും എപ്പോഴും നമ്മൾ മില്ലി ലിറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മില്ലി ലിറ്ററിൽ നോക്കിയേ 250 - 175 ലിറ്റർ 6ഉം 3ഉം ആണ്. 6 - 3. ഓക്കെ, അപ്പോൾ മില്ലി ലിറ്ററിൻ്റെ പ്ലേസിലെ നമ്പേഴ്സാണ് സബ്ട്രാക്ട് ചെയ്യാനുള്ളത്. ഫസ്റ്റ് 250 - 175. ആൻസർ 75 ml. ഓക്കെ, ലിറ്റർ 6 - 3 ആൻസർ. അപ്പോൾ 3 ലിറ്റർ 75 ml. ഓക്കെ, അപ്പോൾ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് കപ്പാസിറ്റി ആണ് ഇപ്പം പഠിച്ചത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസാണ്. സ്വന്തമായിട്ട് തന്നെ ഓരോന്നും നിങ്ങൾ ചെയ്ത് ടീച്ചറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കുക. ഓക്കെ, ഈസിയാണ്, ശ്രദ്ധിച്ച് സിമ്പിൾസ് നോക്കുക. അഡിഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ഷൻ ആവുമ്പോൾ സബ്ട്രാക്ട് ചെയ്ത് മൈനസ് ചെയ്ത് ആൻസർ കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 80 നമ്മൾ ഈ ലെസണെ ബേസ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഈ ആക്ടിവിറ്റീസ് ചെയ്യുക. ഓക്കെ, ഓരോന്നും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, അതിനുശേഷം ചെയ്യുക. ഓക്കെ, ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ഒക്കെ ഉണ്ട്. Okay, length is measured in dash and dash. A bag of cement is measured in dash. We measure capacity in dash and dash. 1000 gram is equal to dash kg. അപ്പോൾ നീറ്റായിട്ട് ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ ലെസണിൽ. അപ്പോൾ നീറ്റായിട്ട് എല്ലാവരും ചെയ്ത് കാണിക്കുക. ഓക്കെ, സോൾവ് ദിസ്. നോക്കൂ, മീറ്ററും സെൻറ്റിമീറ്ററും കിലോഗ്രാമും ഗ്രാമും ലിറ്ററും മില്ലി ലിറ്ററും ഇനി അതേപോലത്തെ പ്രോബ്ലമാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുക. ഓക്കെ, all of you take your notebooks. Measuring capacity is measured in liters and milliliters. Okay, milliliters is used for measuring small capacities. Liter is used for measuring large capacities. Okay, next 1000 ml is equal to 1 liter. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും ഫില്ല് ചെയ്യുക. 4000 ml is equal to dash. 2 liter is equal to dash. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് കപ്പാസിറ്റി ആണ്. അപ്പോൾ ആഡ് 4 liter to 210 ml and 3 liter 620 ml. അപ്പോൾ ലിറ്ററും മില്ലി ലിറ്ററും കറക്റ്റായിട്ട് എഴുതുക, അതിനുശേഷം ആഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു. പിന്നെ അതുപോലെ എന്ത് ചെയ്യുക, ടീച്ചർ തന്നിട്ടുന്ന പ്രോബ്ലംസും സോൾവ് ചെയ്യുക. ഓക്കെ, നീറ്റായിട്ട് വളരെ ശ്രദ്ധയോടെ സോൾവ് ചെയ്ത് ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെസൺ കംപ്ലീറ്റ് ആയി. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. Hello, good morning children. How are you all? Fine. Did you have your breakfast? Yes, okay. അപ്പോൾ എന്താണ്, നമ്മൾ GK ആണ് പഠിക്കാൻ പോകുന്നത്. GK എന്താ, റിവിഷൻ ക്ലാസ് ആണ്.
സെക്കൻഡ് ടൈം എക്സാമിനുള്ള ലെസൺസ് എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്താ റിവിഷൻ ക്ലാസ് ആണ്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. Lesson 1, Fun with Numbers. There are numbers all around us. Let us start counting, filling the boxes by choosing the right options from the brackets. നമ്മൾ എന്താണ് ഈ ലെസണിൽ നമ്മൾ കുറച്ച് നമ്പേഴ്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ബ്രാക്കറ്റിൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ ഫില്ലപ്പായിരുന്നു. അതിൽ കറക്റ്റ് നമ്പർ വെച്ച് എന്താ ഇത് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ നോക്കാം. ഫസ്റ്റ് വൺ, ആൻ അവർ ഹാസ് ഡാഷ് മിനിറ്റ്സ്. 1 hour എന്ന് പറയുന്നത് എത്ര മിനിറ്റ്സ് ആണ്? 60 minutes. 1 hour has 60 minutes. There are dash days in a week. 1 വീക്കിൽ എത്ര ഡേയ്സ് ആണ് ഉള്ളത്? 1 വീക്കിൽ എത്ര ഡേയ്സ് ആണ് ഉള്ളത്? 7 days. A scorpion has dash legs. A scorpion has 8 legs. സ്കോർപ്പിയന് 8 legs ആണ് ഉള്ളത്. There are dash hands in a clock. ക്ലോക്കിൽ എത്ര ഹാൻഡ്സ് ആണുള്ളത്? 3 hands. There are dash sides in a square. സ്ക്വയറിന് എത്ര സൈഡുകളാണുള്ളത്? സ്ക്വയറിന് 4 sides ആണുള്ളത്. There are 4 sides in a square. നെക്സ്റ്റ്, എ വോളിബോൾ ടീം ഹാസ് ഡാഷ് പ്ലെയേഴ്സ്. ഒരു വോളിബോൾ ടീമിൽ എത്ര പ്ലെയേഴ്സ് ആണ് ഉള്ളത്? An volleyball team has 6 players. An adult human has dash teeth. ഒരു മുതിർന്ന ഒരാൾക്ക് എത്ര പല്ലുകളാണ് ഉള്ളത്? 32. There are usually dash blades in a fan. സാധാരണയായിട്ട് ഒരു ഫാനിന് എത്ര ബ്ലേഡുകളാണ് ഉള്ളത്? 3 blades. A story of Snow White has dash dwarf in it. സ്നോ വൈറ്റ് സ്റ്റോറിയിൽ എത്ര ഡാർഫ് ആളാണ് ഉള്ളത്? കുള്ളന്മാർ. എത്ര കുള്ളന്മാരാണ് ഉള്ളത്? 7 ഡാർഫ് ഇൻ ദ സ്റ്റോറി ഓഫ് സ്നോ വൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നിങ്ങൾ ഈ ലെസൺ വായിക്കണം, നന്നായിട്ട് വായിക്കണം. അതുപോലെ നമ്പേഴ്സിലുള്ള ആക്ടിവിറ്റീസൊക്കെ പഠിക്കുകയും വേണം. ഓക്കെ ചിൽഡ്രൻ. ലെസൺ 2, സ്പോർട്സ് ഗിയർ. നമ്മൾ ഈ ലെസണിൽ എന്താണ് പഠിച്ചത്? സ്പോർട്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ കുറിച്ചാണ് പഠിച്ചത്. സച്ചിൻ ഈസ് അറ്റ് എ സ്പോർട്സ് ഷോപ്പ്. ഹി വാണ്ട്സ് ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ഹിസ് ഫ്രണ്ട്. ഹെൽപ്പ് ഹിം ടു ഫൈൻഡ് വൺ. സച്ചിൻ എന്തായിരുന്നു? ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട്, ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയി. അപ്പോൾ ഇതിൻ്റെ പേരുകൾ പേരുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതെന്താ, അത് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇത് ഏത് സ്പോർട്സ് ഗിയർ ആണ്? ദിസ് ഈസ് സ്വിമ്മിങ് ഗോഗിൾസ്. ഇതെന്താണ്? സ്വിമ്മിങ് ഗോഗിൾസ് ആണ്. സെക്കൻഡ് വൺ, ദിസ് ഇസ് സ്കേറ്റ്സ്. ദിസ് ഇസ് സ്കേറ്റ്സ്. തേർഡ് വൺ, പാഡ്. ഇതിൻ്റെ പേരെന്താണ്? പാഡ് എന്നാണ്. സ്വിമ്മിങ് ഗോഗിൾസ്, സ്കേറ്റ്സ്, പാഡ്സ്. ദിസ് ഇസ് നെറ്റ്. ദിസ് ഇസ് നെറ്റ്. Fifth one is racket. Then sixth one, this is helmet, bat and ball. This is shuttlecock, hockey stick, gloves. These are sports gear. Name of some sports gear. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൻ്റെ പേരുകൾ പഠിക്കണം. ഈ ഓരോ സ്പോർട്സ് ഗിയറിൻ്റെയും പേരുകൾ പഠിക്കണം. ഓക്കെ ചിൽഡ്രൻ. നെക്സ്റ്റ് ലെസൺ ഈസ് ലെസൺ 3, ഫീമെയിൽ സ്പോർട്സ് പേഴ്സൺ. ഇതിലെന്താണ്? ഫീമെയിലായിട്ടുള്ള കുറച്ച് സ്പോർട്സ് പേഴ്സണെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അവരുടെ പേരുകൾ പഠിച്ചു. അവർ ഏത് സ്പോർട്ടിലാണ് ഫേമസ് ആയതെന്നും പഠിച്ചു. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ദിസ് ഇസ് സാനിയ മിർസ. സാനിയ മിർസ ഈസ് ഫേമസ് ഫോർ ടെന്നീസ്. സാനിയ മിർസ ഏത് സ്പോർട്ടിലാണ് ഫേമസ് ആയത്? ടെന്നീസിലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് മേരി കോം. ഇതാരാണ്? ഹു ഈസ് ദിസ് മേരി കോം? നമ്മൾ പഠിച്ചതാണ്. മേരി കോം ഏത് സ്പോർട്ടിലായിരുന്നു ഫേമസ് ആയത്? ബോക്സിങ്ങിലായിരുന്നു. മേരി കോം ബോക്സിങ്ങിലാണ് ഫേമസ് ആയത്. ദെൻ നെക്സ്റ്റ് ഈസ് സൈന നെഹ്വാൾ. ഈ വുമൺ സ്പോർട്സ് പേഴ്സൻ്റെ പേരെന്താണ്? സൈന നെഹ്വാൾ. സൈന
നെഹ്വാൾ. ഈ സ്പോർട്സ് പേഴ്സൻ്റെ പേരെന്താണ്? സൈന നെഹ്വാൾ എന്നായിരുന്നു. ബാഡ്മിൻ്റണിലാണ് ഫേമസ് ആയത്. ഷീ ഈസ് ഫേമസ് ഫോർ ബാഡ്മിൻ്റൺ. ദിസ് ഇസ് മിഥിലി രാജ്. മിഥിലി രാജ് ഏത് സ്പോർട്ടിലാണ് ഫേമസ് ആയത്? ക്രിക്കറ്റിലായിരുന്നു. മിഥിലി രാജ് ക്രിക്കറ്റിലായിരുന്നു ഫേമസ് ആയത്. നെക്സ്റ്റ് ഗീത ഫോഗത്ത് ഏതിലായിരുന്നു ഫേമസ് ആയത്? റെസ്ലിംഗിലായിരുന്നു. ഗീത ഫോഗത്ത് ഏതിലാണ് ഫേമസ് ആയത്? റെസ്ലിംഗിൽ ആയിരുന്നു. ദെൻ താനിയ സച്ദേവ് ചെസ്സിലായിരുന്നു ഫേമസ് ആയത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. സാനിയ മിർസ ടെന്നീസിലാണ് ഫേമസ് ആയത്. മേരി കോം ബോക്സിങ്ങിലാണ് ഫേമസ് ആയത്. സൈന നെഹ്വാൾ ബാഡ്മിൻ്റണിലാണ് ഫേമസ് ആയത്. മിഥിലി രാജ് ഈസ് ഫേമസ് ഫോർ ക്രിക്കറ്റ്. ഗീത ഫോഗത്ത് ഈസ് ഫേമസ് ഫോർ റെസ്ലിംഗ്. പിന്നെ ഏതാ? ടാനിയ സച്ദേവ് ചെസ്സിലാണ് ഫേമസ് ആയത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവരുടെ പേരുകൾ പഠിക്കുക, അതുപോലെ ഏത് ഇതിലാണ് സ്പോർട്ടിലാണ് ഫേമസ് ആയതെന്നും പഠിക്കുക. ഓക്കെ ചിൽഡ്രൻ. അടുത്ത് നമ്മൾ പഠിച്ച ലെസൺ ഏതായിരുന്നു? ബി സേഫ്. നമ്മൾ സേഫ് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ലെസണിൽ കൂടി പഠിച്ചത്. നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? ഇത് നോക്കൂ, ഈ പിക്ചറിൽ നോക്കൂ, ഈ കുട്ടി എന്ത് ചെയ്യാണ്? എന്തോ ഒരു ബഡോ എന്തോ എടുത്ത് എൻ്റെ ചെവിയിലിടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെവിയിലൊന്നും ഇട്ടുകൂടാ എന്ന് നമ്മൾ ഈ ലെസണിലൂടെ പഠിച്ചു അല്ലേ? ചെവിക്കുള്ളിലേക്ക് നമ്മൾ ഒരു സാധനവും ഇടാൻ പാടില്ല എന്ന് ഈ ലെസണിൽ കൂടി പഠിച്ചു. പിന്നെ എന്താണ്? ഈ ബോയും ബോയുടെ ഫാദറും കൂടി റോഡ് ക്രോസ് ചെയ്യണം. എന്താ നമ്മളിതിലൂടെ പഠിച്ചത്? റോഡ് ക്രോസ് ചെയ്യുന്നത് സീബ്ര ക്രോസിംഗ് കൂടി ആയിരിക്കണമെന്ന് പറഞ്ഞു. വി ഷുഡ് ഓൾവേസ് ക്രോസ് ദ റോഡ് ത്രൂ സീബ്ര ക്രോസിംഗ്. നമ്മൾ എപ്പോഴും റോഡ് ക്രോസ് ചെയ്യേണ്ടത് സീബ്ര ക്രോസിംഗ് കൂടിയാണെന്ന് പഠിച്ചു. റീഡിങ്. ദിസ് ചൈൽഡ് ഈസ് റീഡിങ് ദ ഹെൽപ്പ് ഓഫ് ഹെർ മദർ. അപ്പോൾ എന്താ? റീഡിങ് നമുക്ക് സേഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റീഡിങ്ങിൽ കൂടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കഥകൾ നമുക്ക് പഠിക്കാൻ പറ്റും, പാട്ടുകൾ പഠിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ജനറലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റീഡിങ്ങിൽ കൂടി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് സേഫായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പഠിച്ചു. പിന്നെ എന്താണ് ഈ ബോയ് ചെയ്യുന്നത് കണ്ടോ? എന്താണ്? സ്വിച്ച് ബോർഡിൽ കൈ വയ്ക്കാൻ പോവാണ്. അത് ബ്രോക്കൺ സ്വിച്ച് ബോർഡായിരുന്നു. അങ്ങനെയുള്ള സ്വിച്ച് ബോർഡിലൊന്നും നമ്മൾ കൈ വയ്ക്കാൻ പാടില്ല എന്ന് ലെസണിൽ പഠിച്ചു. പിന്നെ എന്താ? ഈ ബോയ്സ് റോഡിൽ കളിക്കുകയാണ്, ഫുട്ബോൾ കളിക്കുകയാണ്. ഡു നോട്ട് പ്ലേ ഇൻ ദ റോഡിൽ നമ്മൾ കളിക്കാൻ പാടില്ല എന്ന് പഠിച്ചു അല്ലേ? വി ഡു നോട്ട് പ്ലേ ഇൻ ദ റോഡ്. പിന്നെന്താണ് ഈ ലെസണിൽ നമ്മൾ പഠിച്ചത്? ഈ കുട്ടി കാറിന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന, കൈയൊക്കെ പുറത്തിട്ടിരിക്കുന്നു, തലയും പുറത്തിട്ടിരിക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് നമ്മൾ കൈയോ കാലോ തലയോ ഒന്നും പുറത്തിടാൻ പാടില്ല എന്നും പഠിച്ചു. അപ്പം നിങ്ങൾ ഇതെല്ലാം നമുക്ക് സേഫായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം. നമുക്ക് സേഫ് അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനും പാടില്ല. ഓക്കെ ചേട്ടാ? അപ്പം നിങ്ങൾ എന്താണ് ഇത് മനസ്സിലാക്കണം. സേഫായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നമുക്ക് സേഫായിട്ട് അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഈ ലെസണിൽ നിന്ന് പഠിക്കുക. ഓക്കെ ചിൽഡ്രൻ, ബൈ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ബട്ടർഫ്ലൈസ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കരായിട്ടിരിക്കുവാണ്. യെസ് ടീച്ചർ, ഇംഗ്ലീഷിൻ്റെ റിവിഷൻ ആയിരുന്നു. കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ റിവൈസ് ചെയ്തിരുന്നു. ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത് ദ ഗ്രേറ്റ് ബിയർ ആൻഡ് ദി ലിറ്റിൽ ബിയർ എന്ന ലെസൺ ആണ്. ഓക്കെ, all of you take your textbook, page number 16. Okay, the great bear and the little bear. Okay, അപ്പോൾ നമ്മൾ ഈ സ്റ്റോറി നന്നായിട്ട് പഠിച്ചതാണ്. ഗ്രീസിൽ ഒരു ബ്യൂട്ടിഫുൾ വുമൺ ഉണ്ടായിരുന്നു. എന്താണ് പേര്? കാലിസ്റ്റോ എന്നാണ് പേര്. അവൾക്കൊരു മകനുണ്ടായിരുന്നു, ആർക്കസ്. വാസ് വെരി ഹാപ്പി ലുക്കിംഗ് ആഫ്റ്റർ ആൻഡ് പ്ലേയിങ് വിത്ത് ഹിം. ഹൗവർ ഹർ ഹാപ്പിനെസ് വാസ് നോട്ട് ഗോയിങ് ടു ലാസ്റ്റ്. എന്താണ്? അവൾ വളരെ സന്തോഷത്തോടെയാണ് മകനോടൊപ്പം ജീവിച്ചത്. എന്നാലും ഒരുപാട് പേർക്ക് ഇവരിൽ അസൂയ ഉണ്ടായിരുന്നു, കാലിസ്റ്റയോട് അസൂയ ഉണ്ടായിരുന്നു. Then many people were jealous of Callisto. They went to a goddesses and said to her. അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നു? അവളൊരു ഗോഡസസിനെ കാണാൻ പോകുന്നു. പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റോറി നമ്മൾ ഗൂഗിൾ മീറ്റിലൊക്കെ ഒരുപാട് പറയിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി നന്നായിട്ട് അറിയാം. പിന്നെ എന്താണ്?
ആ ഗോഡസസ് എന്താണ് ശപിക്കുകയും കാലിസ്റ്റോയെ എന്താണ് അവളെ ഒരു കരടിയാക്കി ഒരു ബിയറാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷമുള്ള സ്റ്റോറി എന്താണെന്നൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് റീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ പഠിച്ചത് മീനിങ് പഠിച്ചല്ലേ. ഈ സ്റ്റോറി ഫുൾ നന്നായിട്ട് പഠിച്ചു. അതിനുശേഷം മീനിങ്സ് നോക്കി. ഓക്കെ, മീനിങ്സ് നമ്മൾ നോട്ട്ബുക്കിലൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫ്യൂരിയസ്, വെരി ആംഗ്രി. jealous, feeling angry or unhappy. Paws, feet of animals that have claws. Claws, sharp curved nails on the end of an animal's or a bird's paw. Savage, wild. Growl, a low, angry sound made by animals. Delicate, small and having a beautiful shape. Screamed, cried out in a loud voice. Terror, great fear. Lonely, sad and alone. Longed, wished for something very much. Wandering, moving slowly around. United, joined together. Snatched, took something quickly. Flung, threw somebody or something with great force. Grabbed, took somebody with his hand suddenly and firmly. Next activity, comprehension. Circle A or B for the correct answer. First one, what are the great bear and little bear? Option, they are bears, they are stars. അപ്പോൾ ഇതാണെന്നുള്ളത് നമ്മൾ ഫിൽ ചെയ്തിരുന്നു. നെക്സ്റ്റ് വൺ, who was Callisto? Option, she was a beautiful woman. He was a handsome young man. അപ്പോൾ ആരാണ് കാലിസ്റ്റോ? കാലിസ്റ്റോ എന്ന് പറയുന്നത് ഷി വാസ് എ ബ്യൂട്ടിഫുൾ വുമൻ. ഓക്കെ, ദ ഫാദർ ഓഫ് ആർക്കസ് വാസ് എ ബിയർ, ജൂപ്പിറ്റർ. ഫാദർ ഓഫ് ആർക്കസ് വാസ് ജൂപ്പിറ്റർ. വാട്ട് ഡിഡ് ദ goddess do? She cursed Callisto and changed her into a bear. Okay, then complete the answers with words from the lesson. അപ്പോൾ നമ്മൾ പഠിച്ച ലെസണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആൻസർ പകുതി തന്നിട്ടുണ്ട്, ബാക്കി നമുക്ക് ഫില്ല് ചെയ്യണം. ഫസ്റ്റ് വൺ, വെയർ ഡിഡ് ദ ബിഗ് ബ്ലാക്ക് ബിയർ ഹൈഡ് ഹെർസെൽഫ്? ആൻസർ, ഷീ ഹൈഡ് ഹെർസെൽഫ് ഇൻ എ തിക്ക് ഫോറസ്റ്റ് ഫാർ അവേ. വാട്ട് ഹാപ്പൻഡ് വൺ വിൻ്റർ നൈറ്റ്? One winter night, Callisto dreamed of Arcus. Okay, third one, what did Jupiter do when Arcus was going to kill the bear? Jupiter snatched Callisto and Arcus and flung them into the night skies. Okay, last one, what were they called? They were called the great bear and the little bear. അപ്പോൾ നന്നായിട്ട് ഇത് പഠിക്കുക. നമ്മൾ നോട്ട്ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൊക്കാബുലറി. മാച്ച് വേർഡ്സ് ഇൻ കോളം എ വിത്ത് വേർഡ്സ് ഇൻ കോളം ബി ടു മേക്ക് കോമ്പൗണ്ട് വേർഡ്സ്. റൈറ്റ് ദ കംപ്ലീറ്റ് വേർഡ്സ് ഇൻ ദി ഗിവൺ സ്പേസ്. അപ്പോൾ കോളം എയിലും കോളം ബിയിലും കുറച്ച് വേർഡ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് ഫില്ല് ചെയ്യണം. കോളം എയിൽ നിന്ന് എക്ക് വേണ്ടത് കോളം ബിയിൽ നിന്ന് ചൂസ് ചെയ്യുക. പെയിൻറ്റ്, ക്രോസ്, ഷൂ, പെൻസിൽ, ബർത്ത്. കോളം ബി, ലേസ്, റോഡ്സ്, ഡേ, ഷാർപ്പനർ, ബ്രഷ്. ഓക്കെ, അപ്പോൾ ഫില്ല് ചെയ്യേണ്ടത് പെയിൻറ്റ്, ബ്രഷ്, ക്രോസ്, റോഡ്, ഷൂ, ലേസ്, പെൻസിൽ, ഷാർപ്പനർ, ബർത്ത്, ഡേ. ഓക്കെ, next read the following phrases. Replace the words in red with words from the lesson. First one, a pretty woman. Pretty. Beautiful. Pretty, beautiful. Was very hungry. Furious. A savage bear. Ferocious. Threw them with great force into the night skies. Flung. Okay, നെക്സ്റ്റ് നമ്മൾ ഗ്രാമർ പോർഷൻസ് ആണ്. കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസും പഠിച്ചു. അപ്പോൾ കൗണ്ടബിൾ നൗൺസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ്. അപ്പോൾ ആ നൗൺസിന് എന്താണ്, കൗണ്ട് ചെയ്യാൻ കഴിയുന്നവയെ കൗണ്ടബിൾ എന്നും, പിന്നെ എന്താണ് കൗണ്ട് ചെയ്യാൻ കഴിയാത്തവയാണ് നമ്മൾ അൺകൗണ്ടബിൾ എന്നും പറയുന്നത്.
ഓക്കെ നോക്കൂ. അപ്പോൾ സിംഗുലർ കൗണ്ടബിൾ നൗൺസ്, പ്ലൂറൽ കൗണ്ടബിൾ നൗൺസ്. എ ഗേൾ, ഗേൾസ്, 3 girls. A fox, foxes, 10 foxes. An ice cream, ice creams, 5 ice creams. Okay, പിന്നെ how many plus countable. We use how many with countable nouns. Countable nounsൻ്റെ കൂടെ how many ചേർക്കുമ്പോൾ how many flowers are there in the vase. ഓക്കെ നോക്കിയേ, പിക്ചേഴ്സ് നോക്കിയിട്ട് fill ചെയ്യുക. How many aeroplanes are there in the sky? How many aeroplanes? 1, 2, 3, 4. There are 4 aeroplanes. അങ്ങനെ ബാക്കിയുള്ള നമ്മൾ ഫിൽ ചെയ്തു, നോട്ടിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. Okay, next activity, match the phrases in column A with the words in column B. Write them in the blanks. Column A, a piece of cake, a dash of water, a dash of orange juice, a dash of a toothpaste, a dash of honey. അപ്പോൾ കോളം എയിൽ ജാർ, ബോട്ടിൽ, ട്യൂബ്, പീസ്, കാർട്ടൂൺ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫില്ല് ചെയ്യണം. എ ബോട്ടിൽ ഓഫ് വാട്ടർ, എ കാർട്ടൂൺ ഓഫ് ഓറഞ്ച് ജ്യൂസ്, എ ട്യൂബ് ഓഫ് ടൂത്ത് പേസ്റ്റ്, എ ജാർ ഓഫ് ഹണി. ഓക്കെ, നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് റെഫ്യൂസിങ് സിറ്റുവേഷനാണ്. റെഫ്യൂസിങ് സിറ്റുവേഷനും പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് പേ ഓവർ ഗൂഗിൾ മീറ്റിൽ ഡിസ്കസ് ചെയ്തു. ദെൻ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ലെസണിലെ ആക്ടിവിറ്റീസ്. അപ്പം നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഈ ലെസൺ നന്നായിട്ട് ആക്ടിവിറ്റീസൊക്കെ നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. ഓക്കെ.